എന്താണ്? എല്ലാം ഒരറിവാണ്. അത് ഒന്നാണ്. പല അറിവുകളില്ല. എനിക്കും മറ്റൊരാളിനും പല അറിവുകളില്ല. ഒരൊറ്റ അറിവാകുന്ന സത്യത്തിനുള്ളിൽ ഉള്ള കൊച്ചു കൊച്ചു കുത്തുകളാണ് നമ്മൾ ഓരോരുത്തരും. മനസ്സിലായ? അതിന് അറിവ് ഈ അറിവ് ഐകരൂപ്യമേകും. അറിവിന് വിട്ടൊരു വസ്തു അന്യമില്ല എന്നറിയണം. ഈ അറിവ് ഐകരൂപ്യമേകും. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഐകരൂപ്യം, യൂണിറ്റി, ഒണ്ണസ് അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഈ അറിവിൻ്റെ പല ഭാവമുഖങ്ങളാണ്. ഇപ്പോൾ സ്വർണം എന്ന ഒരു സത്യം ഇല്ലേ? നിങ്ങൾക്ക് ആഭരണം ഉണ്ടാവില്ലേ? ആഭരണത്തിലെല്ലാം സത്യമായിരിക്കുന്നത് എന്താണ്? സ്വർണ്ണമല്ലേ? ആണല്ലേ? സ്വർണം വന്ന വലുതോ? സ്വർണം വന്ന് തന്നെ ആഭരണങ്ങളോ? അപ്പോൾ ഒരേ ഒരൊറ്റ സത്യമായ സ്വർണത്തിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത രൂപഭേദങ്ങളാണ് നമുക്കറിയാവുന്നത്. നമ്മൾ കാണുന്നത് സ്വർണത്തെയാണോ ആഭരണത്തെയാണോ? ആഭരണത്തെ കാണും. സത്യം എന്താണ്? അതുപോലെ ഈ ലോകത്തിൻ്റെ കാര്യവും എടുത്താൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെയാണ്. ലോകത്തിനെയാണ് നമ്മൾ കാണുന്നതെന്നാണ് നമ്മുടെ വിചാരം. വാസ്തവത്തിൽ അതെന്താണ്? ആഭരണത്തെയാണ് നമ്മൾ കാണുന്നതെന്നൊരു വിചാരം. പക്ഷെ വാസ്തവത്തിൽ കാണുന്നതിനെയാണ് സ്വർണത്തിൻ്റെ ഒരു രൂപത്തെ. രൂപത്തിന് സ്വന്തമായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. പറ്റുമോ? സ്വർണം ഉണ്ടായിരുന്നാൽ അതിന് ഒരു മാലയോ വളയോ ആക്കിയെടുക്കാൻ സാധിക്കും. സ്വർണം ഇല്ലെങ്കിലോ അത് പറ്റില്ല. അതുപോലെ ലോകത്തെ സംബന്ധിച്ചും ഈ ലോകം എപ്പോഴും, ലോകത്തിലുള്ള ഓരോന്നും എടുക്കുക, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ആഭരണത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ. എപ്പോഴുണ്ടെങ്കിലും നമുക്ക് മാറ്റിക്കൂടെ? പക്ഷേ സ്വർണ്ണത്തെ മാറ്റാൻ സാധിക്കുമോ? അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെ ലോകത്തിൻ്റെ കാര്യത്തിൽ മാറ്റാനാവാതെ ഇരിക്കുന്നതും ഒരിക്കലും മാറാത്തതും ആയ ഒരു സത്യമുണ്ട്. ആ സത്യം കണ്ടെത്തണം. ആ സത്യം കണ്ടെത്തുമ്പോൾ അത് അറിവാണ്. ഞാൻ എന്നെ അറിയണമെന്നില്ല നേരത്തെ പറഞ്ഞത്. അപ്പം ഞാനാര്? ആ അറിവാണ്. പിന്നെ ആ അറിവിന് എത്ര വ്യാപ്തിയുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്നു അല്ലേ? അപ്പോൾ അതിലില്ല. അതിലില്ലാത്ത അറിവാണ് എല്ലാവുമായി തീർന്നിരിക്കുന്നത്. അതിലില്ലാത്ത സ്വർണം എന്ന വസ്തുവാണ് അതിലുള്ള എല്ലാ ആഭരണങ്ങളുമായി തീർന്നിരിക്കുന്നത് അല്ലേ? അതുപോലെ അതിലില്ലാത്ത ഒരു സത്യമുണ്ട്. അത് അറിവാണ്. ആ അറിവാണ് ഈ സമസ്ത ലോകവുമായി തീർന്നിരിക്കുന്നത്. അപ്പം ഞാനായി തീർന്നിരിക്കുന്നതോ അത് തന്നെ അല്ലേ? അപ്പോൾ എല്ലാത്തിനെയും അറിവായി അറിയുമ്പോൾ ഞാനും ലോകം ഒന്നോ രണ്ടോ അല്ലേ? ഒന്നായില്ലേ? ഒന്നായിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നമ്മുടെ അറിവ് കൊണ്ട് എത്തിച്ചേർന്നില്ലേ? അല്ലേ? നമുക്ക് എവിടെ എത്തിച്ചേരേണ്ടത്? നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ. ആ ലോകത്തിൽ ഉള്ള സത്യമേത് എന്ന് കണ്ടെത്തുമ്പോൾ, അതിപ്പോൾ ലോകത്തിലുള്ള സത്യമേത് എന്ന് കണ്ടെത്താൻ ഞാൻ എവിടെ പോകും? എവിടത്തും പോകണോ? പിന്നെയോ ലോകത്തിൻ്റെ ഭാഗമല്ലേ ഞാൻ? ലോകം ഒരു കടലാണെങ്കിൽ അതിലൊരു തുള്ളിയാണ് ഞാൻ.
അല്ലേ? ആ എന്നിലുള്ള സത്യം കടലിലുള്ള സത്യം തന്നെയല്ലേ? എന്നിലുള്ള ഒരു തുള്ളിയിലുള്ള സത്യം കടലിലുള്ള സത്യം തന്നെയല്ലേ? അപ്പോൾ കടലിലുള്ള സത്യം എന്ത് എന്നറിയാൻ എന്ത് വേണം? അതിനുള്ള ഒരു തുള്ളി എടുത്ത് അതിനകത്തുള്ളത് എന്താണെന്ന് അറിഞ്ഞാൽ മതി. അല്ലാതെ കടൽ മുഴുവൻ വറ്റിച്ച് അതിന് മുഴുവൻ സത്യം എന്താണെന്ന് അറിയണ്ട. മനസ്സിലായ? അതിന് ഒരു തുള്ളി എന്താണ്? നമ്മളാണ്. നമ്മൾ അതിൽ ഓരോ തുള്ളിയെയും എടുത്ത് ആ തുള്ളി എന്താണെന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്നറിയണം. അല്ലേ? ഞാൻ ആരാണെന്നറിയുമ്പോൾ ആ സത്യം തന്നെയാണ് ലോകത്തിലും സത്യമായിരിക്കുന്നത്. ഒരു തുള്ളിയിൽ സത്യമായിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ആ സത്യം തന്നെയാണ് കടലിലും സത്യമായിരിക്കുന്നത്. അല്ലേ? അതുപോലെ നമ്മൾ എന്ത് വേണം? നമ്മളെ തന്നെ അറിയണം. നമ്മളെ തന്നെ അറിയുമ്പോൾ അപ്പോൾ സംഭവിക്കും? ലോകത്തിലും സത്യമായിരിക്കുന്നത് എന്താണ്? ലോകവും നമ്മളും ഒന്ന് തന്നെയാണ് എന്നറിഞ്ഞ് അതിനുള്ള ആ സത്യം നമ്മൾ കണ്ടെത്തും. എന്താണ്? ഒരേ അറിവ് തന്നെയാണ് ഞാനായിരിക്കുന്നതും ലോകമായിരിക്കുന്നതും എന്ന് മനസ്സിലായ? അതുകൊണ്ടാണ് നാരായണഗുരു പറയുന്നത് അറിവിനെ വിട്ടൊരു വസ്തു അന്യമില്ല. ആ അറിവ് തന്നെയാണ് ഞാനായിരിക്കുന്നത്, അറിവ് തന്നെയാണ് ലോകമായും ഇരിക്കുന്നത്. ഈ അറിവ് ഐകരൂപ്യമേകും ഇല്ലെന്നറിയണം. ഈ അറിവ് ഐകരൂപ്യമേകും. മനസ്സിലായ? അപ്പോഴാണ് നമുക്ക് വിദ്യാഭ്യാസം പൂർണ്ണതയിലെത്തി. ഞാൻ എന്നെ അറിഞ്ഞു, ഞാൻ ലോകത്തെയും അറിഞ്ഞു എന്ന് തന്നെയല്ല, ഞാനും ലോകവും ഒന്നാണെന്നും അതിൽ സത്യമായിരിക്കുന്ന അറിവാണെന്നും എല്ലാം മനസ്സിലാക്കി. ഇപ്പോഴാണ് വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിലെത്തിയെന്നും അതിൻ്റെ സഹായത്തോടു കൂടി, ആ അറിവിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നും കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രയോജനം എന്ത്? നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ അറിയാതെ ജീവിച്ചതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പ്രയാസങ്ങൾ കൊണ്ട് ജീവിതം നിറയുന്നു, ശോകങ്ങൾ കൊണ്ട് ജീവിതം നിറയുന്നു. കംപ്ലൈൻസ്, എനിക്ക് ആ പ്രയാസം ഈ പ്രയാസം എന്ന് പറയാത്ത ആരും ഇല്ല. കഴിഞ്ഞ വർഷം ഒരു സ്ത്രീ എൻ്റെ മുറിയിൽ വന്നു. അവർക്കുള്ള പ്രയാസങ്ങൾ ഞാൻ നിർത്തി വെച്ച് പറയാൻ തുടങ്ങി. കണ്ണിക്കൂടെ എല്ലാം കണ്ണുനീര് വരും. അവരുടെ കംപ്ലൈൻസ് എല്ലാം ഞാൻ കേട്ട് തീർന്നിട്ട് ശേഷം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഒരിക്കലും അനുഭവിച്ചിട്ടില്ല? ഉണ്ട് സ്വാമി എന്നൊക്കെ മുഖങ്ങൾ തെളിഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ സന്തോഷം ഉള്ള അനുഭവങ്ങൾ ഓരോരുത്തർക്കും ധാരാളമുണ്ട്. ഇല്ലേ? ഉണ്ടോ? അതൊക്കെ അങ്ങ് മറന്നിട്ട് കംപ്ലൈൻസ് മാത്രം തങ്ങും കിടക്കുന്ന സ്വഭാവം. എന്താണ് ജീവിതത്തിൻ്റെ സ്വഭാവം? നമുക്ക് സന്തോഷം തരുന്നതും ദുഃഖം തരുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം ഉണ്ടാവില്ലേ? അതൊക്കെ എവിടെ നടക്കുന്നു? ഇവരറിവിൽ, പറഞ്ഞ അറിവിലല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്? അതേ അറിവിലല്ലേ ദുഃഖം ഉണ്ടാകുന്നത്? അല്ലേ? അപ്പോൾ ഗുരുക്കന്മാർ പറയുന്നു ഇതൊക്കെ എന്താണ്? സുഖവും ദുഃഖവും ഒക്കെ അറിവിൽ അനാദിയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കളിയാണ്. മനസ്സിലായോ? അനാദിയായി നടന്നുകൊണ്ടിരിക്കുന്ന കളി എന്ന് വെച്ച് മനസ്സിലായോ? അപ്പൊ കളി കണ്ട് രസിക്കണോ കരയണോ? പറയേ? രസിക്കണം. ഇപ്പൊ നിങ്ങളൊരു സിനിമ കാണാൻ പോയി, അല്ലെങ്കിൽ നാടകം കാണാൻ പോയി, അതിനകത്ത് നിങ്ങൾ കരയിക്കുന്ന ഇറങ്ങുന്ന ധാരാളം ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നമ്മളെ രസിപ്പിക്കുന്ന ഇറങ്ങുന്ന ധാരാളം ഉണ്ടാവില്ലേ? അപ്പോൾ കരയിക്കുന്ന ഇറങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയുമോ